السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഉമ്മത്തിലെ സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കിയിരിക്കുക, അവരുടെ ദീനിയായ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരുപാട് ഉപകാരങ്ങളുള്ള കാര്യമാണ്. അത് ദീനിയായ നമ്മളുടെ ഹിമ്മത്തിനെ വർദ്ധിപ്പിക്കും, ദീനിയായ നമ്മളുടെ അഭിലാഷങ്ങളെ വർദ്ധിപ്പിക്കും. ഈമാനികമായ രംഗങ്ങളിൽ ഒരുപാട് പ്രചോദനം അതുമൂലമുണ്ടാകും. അതുകൊണ്ടാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇൻദ ദിക്രി സ്സാലിഹീൻ തൻസിലുർ റഹ്മ. സാലിഹീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഇറങ്ങും, അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങാനുള്ള ഒരു കാരണമാകും. അത് മുഖേന ചിലപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയാകാൻ, ഹൃദയം ശരിയാകാൻ അതൊരു കാരണമാകും. ഇത് ഉലമാക്കൾ പറഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അവർ നബിമാരുടെ അനന്തരവന്മാരാണ്. അവരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിക്കുന്നത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനു വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നു, അതിനുവേണ്ടി ക്ഷീണിക്കുന്നു. അതിനുവേണ്ടി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം അവർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ലൗലൽ ഉലമാഉ ലസാറ അന്നാസു മിസ്ലൽ ബഹാഇമി. ഉലമാക്കളില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ അവർ കന്നുകാലികളെ പോലെ ആകുമായിരുന്നു. ഉലമാക്കളെ ഉപമിച്ചതായി കാണാം. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലെ വിളക്കുമാടങ്ങൾ പോലെയാണ്. ഇരുട്ടത്ത് തപ്പിക്കളിക്കുന്ന ആളുകൾക്ക് അവർ പ്രകാശം നൽകുന്നു. ദീനിന്റെ അറിവുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഹിദായത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ മഖാം, അവരുടെ സ്ഥാനത. ഈ ഒരു സ്ഥാനത്ത് നിലകൊണ്ട ഈ അടുത്ത കാലഘട്ടത്ത് ജീവിച്ച് മരണപ്പെട്ട മഹാനായ പണ്ഡിതനാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. തൗഹീദിനും സുന്നത്തിനും ഈ ഉമ്മത്തിലെ മതവിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങളിൽ, ജീവിത രംഗങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖനായ മുതിർന്ന പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നഹു ലഇമാമുൻ മിൻ അഇമ്മത്തിൽ ഹുദ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം സന്മാർഗത്തിന്റെ ഇമാമുമാരിൽ ഒരു ഇമാമായിരുന്നു.
വഫീ ഹയാതിഹി ദുറൂസുൻ അദീമ വമവാഖിഫ് നബീല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സദഹാൻ, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ചരിത്രം വിശദീകരിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം വിശദീകരിക്കുന്ന ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. പല ഉലമാക്കളും അത് വായിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം വലിയ ദറജകൾ കീഴടക്കിയ ഒരു പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം എത്തിപ്പിടിക്കാൻ പറ്റുന്ന പദവിയുണ്ട്, സ്ഥാനമുണ്ട്. അത്തരം സ്ഥാനങ്ങൾ കീഴടക്കിയ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ പ്രമുഖനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അദ്ദേഹം ദീനിന്റെ കാര്യത്തിൽ അൽ ഹാഫിദാൻ, ഖുർആനിന്റെയും ഹദീസിന്റെയും വിഷയത്തിൽ ഹാഫിദാൻ. അതുപോലെ തന്നെ അൽ മുഹദ്ദിസ്, ഹദീസിന്റെ വിഷയങ്ങളിൽ അഗാധമായ അറിവുള്ള മുഹദ്ദിസാണ്. അൽ ഫഖീഹ്, അദ്ദേഹം ഫഖീഹാണ്, ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവഗാഹം നേടിയ ഫഖീഹാണ്. അൽ മുഫ്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിയാണ്. സുന്നത്തിനെ സേവിച്ച ബിദ്അത്തുകൾക്കെതിരെ പോരാടിയ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ആയിരുന്നു അദ്ദേഹം എന്ന് അബ്ദുൽ അസീസ് അസ്സദ്ഹാൻ ഹഫിദഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തുല്ലാബുകൾ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. വലിയ രീതിയിൽ കിതാബുകൾ എഴുതിയ ആളുകളുണ്ട്, ചുരുങ്ങിയ രൂപത്തിൽ കിതാബുകൾ എഴുതിയ ആളുകളുണ്ട്. ഇന്നും പല ആളുകളും ഷെയ്ഖിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ബാസ് എന്നുള്ളതാണ്. അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഇബ്നു അബ്ദില്ലാ ഇബ്നു ബാസ്. ഹിജ്റ 1330 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തീർത്തും ഒരു ഇൽമിയായ അന്തരീക്ഷമുള്ള, അതുപോലെ തന്നെ കുറച്ചൊക്കെ കച്ചവടക്കാരുള്ള അറിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ആലുബാസ് എന്ന കുടുംബം. ആ കുടുംബത്തിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം നമ്മൾ പറഞ്ഞതുപോലെ ഇൽമിയായ അന്തരീക്ഷമുള്ള കുടുംബമാണ്. അതുപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ വിഷയത്തിൽ, ജനങ്ങളെ പരിഗണിക്കുന്ന വിഷയത്തിൽ അറിയപ്പെട്ട കുടുംബമാണ്. ആ ഒരു കുടുംബ പരമ്പര, അതിന്റെ മസ്ദർ, അതിന്റെ ഉറവിടം എന്നാൽ അത് മദീനയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വല്ലിപ്പമാരിൽ ഒരാൾ മദീന വിട്ട് വേറെ സ്ഥലത്തേക്ക്, റിയാദിനടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ മാറിയതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. 1330 ഹിജ്റ 1330 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. റിയാദിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിച്ചു വളർന്നു വരുന്നത് തന്നെ ദീനീ വിജ്ഞാനത്തിന്റെ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ആ കാലഘട്ടത്തിൽ റിയാദ് പണ്ഡിതന്മാരാൽ സമൃദ്ധമായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാർ, വലിയ ഇമാമീങ്ങളുള്ള സ്ഥലമായിരുന്നു റിയാദ്. മുൻഗാമികളായ സലഫുകളുടെ ശരീരം അനുസരിച്ച് തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇൽമിയായ സഞ്ചാരം തുടങ്ങിയത് ഖുർആനിൽ നിന്നായിരുന്നു. ഖുർആൻ ഹിഫ്ളാക്കുകയും മനഃപ്പാഠമാക്കുകയും ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇൽമിയായ ജീവിതം ആരംഭിക്കുന്നത്.
ഖുർആൻ പഠിച്ചതിന് ശേഷം മറ്റുള്ള വിജ്ഞാനീയങ്ങളിലേക്ക്, ഹദീസുകളിലേക്ക്, ഫിഖ്ഹിലേക്ക്, അഖീദയിലേക്കൊക്കെ അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിലെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അദ്ദേഹം ഇൽമു പഠിക്കുന്നതിനു വേണ്ടി സമയം ചെലവഴിച്ചു എന്നാണ്. ഖുർആൻ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള ഉസ്താദുമാരുടെ കീഴിലിരുന്ന് അദ്ദേഹം ഇൽമു പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു തലബുൽ ഇൽമിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രചോദനം നൽകിയത് ഉമ്മയായിരുന്നു. പല മുൻഗാമികളുടെയും അവസ്ഥ ഇതായിരുന്നു. അവരെ ഇമാമുകളാക്കാൻ സഹായിച്ചത്, അവരെ വലിയ വലിയ പണ്ഡിതന്മാരാകാൻ സഹായിച്ചത് അവരുടെ ഉമ്മമാരായിരുന്നു. അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ഉമ്മ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സഹായിച്ചിരുന്നു. ഇൽമു പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉലമാക്കളുടെ സദസ്സുകളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട്, അവരുടെ അടുക്കൽ ഇരുന്ന് പഠിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉമ്മ ഒരുപാട് അദ്ദേഹത്തിനെ സഹായിച്ചു എന്നുള്ളതാണ്. 1346 അദ്ദേഹത്തിന്റെ കണ്ണിന് രോഗം ബാധിക്കുകയുണ്ടായി. ആ രോഗം മൂലം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി അത് ശോഷിച്ചു വരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ കാഴ്ച ഇല്ലാതെയാകാൻ തുടങ്ങി. 1350 അഥവാ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളക്ക് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അല്ലെ, ഇത് കേൾക്കുമ്പോ ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. 20ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ യുവാവ് ഇനി എങ്ങനെയായിരിക്കും മറ്റുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വരിക? എങ്ങനെയായിരിക്കും പിന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാകുക? മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ടാകുക? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആശങ്ക തന്നെയാണ്. നമുക്കുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു യുവാവ്, എന്താ ചെയ്യുക, കാഴ്ച പോയി, ഇനി എങ്ങനെയായിരിക്കും അവന്റെ കാര്യങ്ങൾ? കുടുംബത്തിൽ പല ആളുകളും ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിനെ തളർത്തിയില്ല. അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് കൂടുതൽ പ്രചോദനമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം നൽകിയത് അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടലാണ് എന്നാണ്. അദ്ദേഹം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആത്മാർത്ഥമായി കാംക്ഷിച്ചു. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു പറയുന്നു, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി ഫസബറ അവ്വൽതുഹു മിൻഹാ അൽജന്നത യുരീദു ഐനൈഹി. എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങൾ അതുകൊണ്ട് പരീക്ഷിക്കും. ശാരീഹ്യങ്ങൾ വിശദീകരിച്ചതായി കാണാം. 2 പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് 2 കണ്ണുകളാണ്. ആ കണ്ണുകൾ നഷ്ടപ്പെടുത്തി അവനെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവന് പകരമായി ഞാൻ സ്വർഗം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസിൽ അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. അദ്ദേഹം ആത്മാർത്ഥമായി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായ മറ്റൊരു നേട്ടമാണ്, മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അസാധാരണ കഴിവുണ്ടായിരുന്നു എന്നാണ്. അത് ഹദീസാകട്ടെ, മസ്അലകളാകട്ടെ, ഹദീസുകളുടെ സനദാകട്ടെ, ഏറ്റവും കൂടുതൽ ഹിഫ്ളാക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഹദീസുകളെ സനദ് ഹിഫ്ളാക്കി ഓർത്തു വെക്കുക എന്നുള്ളത്. അതിലൊക്കെ അദ്ദേഹത്തിന് അസാധാരണമായ ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ തിൽമീദുകൾ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ സുഖങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ, ഭൗതികമായ സൗകര്യങ്ങളോട് വിരക്തി കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്.
അദ്ദേഹത്തിന്റെ മശായിഖുമാർ, ഉസ്താദുമാർ, പ്രമുഖരായ പണ്ഡിതന്മാരായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് ആലു ഷേഖ് അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷേഖ് ആ കാലഘട്ടത്തിൽ ഖാദിയായിരുന്നു റിയാദിലെ. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷേഖ് ആ കാലഘട്ടത്തിൽ മംലക്കയുടെ മുഫ്തിയായിരുന്നു. ഇങ്ങനെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ കീഴിലാണ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ല അദ്ദേഹം പഠിച്ചു വളർന്നത്. അദ്ദേഹം പഠിച്ചു വളർന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദായ അബ്ദുൽ ലത്തീഫ് ആലു ഷേഖിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിനെ അൽ ഖർജ് എന്ന പ്രദേശത്തെ ഖാളിയായി നിയോഗിച്ചു. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഖാളിയാകാൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മടിയായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിലെ രാജാവിന്റെയും അദ്ദേഹത്തിന്റെ ഉസ്താദായ അബ്ദുൽ ലത്തീഫ് ആലു ഷേഖിന്റെയും നിർബന്ധപ്രകാരം അദ്ദേഹം ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് റിസാലകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രസിദ്ധമായ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ എന്ന് പറയുന്ന റിസാല. കൈഫിയത്തു സ്വലാ, നിസ്കാരം പഠിപ്പിക്കുന്ന റിസാലയുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അൽ അഖീദത്തു സ്വഹീഹ വമാ യുദാദ്ദുഹ, ശരിയായ വിശ്വാസം, അതിന്റെ വിപരീതമായ കാര്യങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുന്ന, ഇങ്ങനെ ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന, ബിദ്അത്തുകളെ തുറന്നു കാട്ടുന്ന, സുന്നത്തുകളെ പഠിപ്പിക്കുന്ന ഒരുപാട് ചെറുതും വലുതുമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അൽ ഖർജ് പ്രദേശത്ത് ഏകദേശം 14 കൊല്ലത്തോളം ഖാളിയായി സേവനമനുഷ്ഠിച്ചു. റിയാദിൽ തന്നെ അൽ മഅഹദുൽ ഇൽമി, അതിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. റിയാദിലെ തന്നെ കുല്ലിയത്തു ശരീഅയിൽ അദ്ദേഹം ഹദീസും ഫിഖ്ഹും അഖീദയും പഠിപ്പിച്ചു. അതുപോലെ തന്നെ മദീനയിലെ അൽ ജാമിഅത്തുൽ ഇസ്ലാമിയയിൽ അദ്ദേഹം മുദീറായിരുന്നു. അതുപോലെ തന്നെ ദഅവത്തുമായി ബന്ധപ്പെട്ട, സൗദി അറേബ്യയുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട പണ്ഡിത സഭയുടെ റഈസായിരുന്നു, മേധാവിയായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ ഹൈഅത്തു കിബാരിൽ ഉലമ, മുതിർന്ന പണ്ഡിതന്മാരുടെ ലജ്ന, അതിൽ അദ്ദേഹം റഈസായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉന്നതങ്ങളായ പദവി അദ്ദേഹം അലങ്കരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാത്ത ഒരുപാട് പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല പ്രമുഖ പണ്ഡിതന്മാരും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അതിൽപ്പെട്ട നമുക്കൊക്കെ അറിയുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ശിഷ്യനാണ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല. അദ്ദേഹം മരണപ്പെട്ടു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്. അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. ഷെയ്ഖ് റബിയ ഇബ്നു ഹാദി അൽ മദ്ഖലി, അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ട ഷെയ്ഖ് റബി, അദ്ദേഹം ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന അബ്ദുൽ അസീസ് അർ-റാജിഹി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. സാലിഹ് അൽ ലുഹൈദാൻ, ഈ അടുത്ത് മരണപ്പെട്ട പ്രമുഖനായ പണ്ഡിതനായിരുന്നു സാലിഹ് അൽ ലുഹൈദാൻ, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. ഇന്നും മസ്ജിദുൽ ഹറമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഅത്തു കിബാരിൽ ഉലമയിൽപ്പെട്ട ഷെയ്ഖ് സഅദ് അശ്ശസരി, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യൻ. ഇങ്ങനെ പ്രമുഖരായ പണ്ഡിതന്മാർ ഇവർ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശരീരം അതൊരു മിതമായ തടിയും മിതമായ ഉയരവുമുള്ള വ്യക്തിയായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. വലിയ ഉയരമുള്ള ആളല്ല, വലിയ തടിയുള്ള ആളല്ല, പാകത്തിന് തടിയും ഉയരമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാറുള്ള വസ്ത്രം വെള്ള വസ്ത്രമായിരുന്നു. നല്ല ലൂസുള്ള അയഞ്ഞ വസ്ത്രമായിരുന്നു
ഇബ്നു ബാസ് റഹിമഹുള്ള ധാരാളമായി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ സ്വഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹം അങ്ങേയറ്റത്തെ വിനയമുള്ളവരായിരുന്നു. തുല്ലാബുകളായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, എല്ലാ ആളുകളോടും വിനയത്തോടുകൂടി സൗമ്യതയോടുകൂടി അദ്ദേഹം പെരുമാറി. അദ്ദേഹത്തിന്റെ അരികിൽ വരുന്ന വ്യത്യസ്തരായ ജനങ്ങളോട് അദ്ദേഹം കാരുണ്യം ചെയ്തു. ഒരാളോടും അക്രമം കാണിക്കാനോ ഒരാളുടെ മേലും അഹങ്കാരം നടിക്കുവാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വിനയത്തിന്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ആര് അദ്ദേഹത്തിനെ ക്ഷണിച്ചാലും ആ ക്ഷണത്തിനൊക്കെ ഉത്തരം നൽകും. തുല്ലാബുകൾ എന്തെങ്കിലും സദസ്സിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട ആളുകൾ വിവാഹ സദസ്സിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാലൊക്കെ അദ്ദേഹം ആ ക്ഷണത്തിന് ഉത്തരം നൽകാറുണ്ടായിരുന്നു. ഇത്ര വലിയ പദവികളൊക്കെ അലങ്കരിക്കുന്ന വലിയ പണ്ഡിതനായിട്ട് കൂടി അദ്ദേഹം അതിനൊന്നും ഒരു മടിയും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം തുല്ലാബുകൾക്കിടയിൽ ഇരിക്കും. എന്നിട്ട് ആരോടെങ്കിലും ഖുർആൻ ഓതാൻ പറയും. എന്നിട്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ പാരായണം ചെയ്യപ്പെട്ട ആയത്തുകൾ അദ്ദേഹം ഓരോന്നായി വിശദീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഹിജറ 1420 അഥവാ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 1999 ഒരു മുഹറം മാസം വ്യാഴാഴ്ച ദിവസമാണ് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ തടിച്ചുകൂടി. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു ശേഷമാണ് ഷെയ്ഖുന അൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം മരണപ്പെടുന്നത്. ഇതാണ് ഷെയ്ഖിനെ കുറിച്ച് ഒരു ചെറിയ ആമുഖം. ഇനി ഷെയ്ഖിനെ കുറിച്ച് ഷെയ്ഖിന്റെ വിദ്യാർത്ഥികൾ, ഷെയ്ഖിന്റെ ഭാര്യ, അതുപോലെ തന്നെ മക്കൾ, മറ്റു കുടുംബക്കാർ, ഷെയ്ഖിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞ ഷെയ്ഖിന്റെ ജീവിതത്തിലെ ചില ക്രോഡീകരിക്കപ്പെട്ട സംഭവങ്ങൾ വായിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഷെയ്ഖിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പുകഴ്ത്തി, അതല്ലെങ്കിൽ സ്വഹാബികളെക്കാൾ അവരുടെ സ്ഥാനത്തേക്കാൾ മുകളിൽ വെച്ചു എന്നൊരാൾക്കും തോന്നേണ്ടതില്ല. അങ്ങനെ പണ്ഡിതന്മാര് ചരിത്രം പറയുമ്പോൾ, അവരെ കുറിച്ച് പറയുമ്പോൾ, ഇതെന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പുകഴ്ത്തിക്കൊണ്ട് ഈ ഷെയ്ഖിനെ പറയുന്നുണ്ടല്ലോ, സ്വഹാബികളെക്കാൾ ഈ ഷെയ്ഖിനെ പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ ഇദ്ദേഹത്തിന്റെ ചരിത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ അടുത്ത് കാലഘട്ടത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ നമുക്ക് ഒരുപാട് പാഠങ്ങളുള്ള, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പണ്ഡിതനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സംഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സ്തുത്യർഹമായ സ്വഭാവങ്ങളും മര്യാദകളുമുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ നിന്നുമാണ്. അപ്പൊ ഷെയ്ഖിന് എന്തൊക്കെ സ്തുത്യർഹമായ സ്ഥാനങ്ങളും സ്വഭാവങ്ങളും ഉണ്ടോ അതൊക്കെ മടങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, അതല്ലെങ്കിൽ സ്വഹാബികളിലേക്കാണ്. അപ്പൊ ഈ പുകഴ്ത്തലുകൾ, ഈ പ്രശംസകൾ അതൊക്കെ സ്വഹാബത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും തന്നെയാണ് മടങ്ങുന്നത്. ഒരിക്കൽ ഷെയ്ഖിന്റെ അടുക്കലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിമായ ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ആ ഒരു വിനയവും സംസാരവും സൗമ്യതയും അനുകമ്പയൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുക്കൽ നിന്ന് വന്നതിന് ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം ദീന് പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. സ്വന്തം അസുഖവും സ്വന്തം ക്ഷീണവും ഒന്നും അദ്ദേഹം വകവെക്കാറില്ല. ഒന്നും പരിഗണിക്കാതെ അദ്ദേഹം ദീനിനു വേണ്ടി സേവനം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പരിചയക്കാരിൽ ഒരാൾ പറയാണ്, സുർത്തുഹു യൗമൻ വഹുവ മരീദുൻ ഫീ റിജ്ലിഹി.
വത്തബീബു വാഖിഫുൻ അലാ റഅസിഹി സാഅ. ഞാൻ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്, കാലുവേദനയും ബുദ്ധിമുട്ടുമുണ്ട്. അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ 1 മണിക്കൂറായി അദ്ദേഹത്തിനെ കാത്തു നിൽക്കുകയാണ് ചികിത്സിക്കാൻ വേണ്ടി. ആ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഖിനോട് അനുമതി ചോദിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, തുടങ്ങട്ടെ എന്ന്. പക്ഷേ ഷെയ്ഖ് മുഫ്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഫത്വ ചോദിക്കുന്നതിന് വേണ്ടി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷെയ്ഖ് തുടരെ അവർക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൻതദിറു തവീലൻ ഇലാ അൻ വദ്ദഅനാഹു വത്തബീബു ലം യുആലിജുഹു. ഡോക്ടർ അങ്ങനെ വൈകിയിരിക്കുകയാണ്, ഡോക്ടർ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഷെയ്ഖ് അങ്ങനെ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി അവിടുന്ന് തിരിച്ചു വരുന്നത് വരെ ഡോക്ടർക്ക് അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ പറ്റിയിട്ടില്ല എന്നായിരുന്നു. അപ്പൊ നോക്കൂ, സ്വന്തം ആരോഗ്യവും ചികിത്സയും മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാണ്? ജനങ്ങൾക്ക് ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ പരിചയക്കാരിൽ ഒരാൾ പറഞ്ഞ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളോട് നല്ലത് വിചാരിച്ചിരുന്നയാളായിരുന്നു. എടുത്തു ചാടി ഒരാളുടെ പേരിൽ വിധി പറയുക, അതല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുക, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തീരെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അവധാനതയോടുകൂടി ജനങ്ങളോട് നല്ലത് വിചാരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു. ഒരു മജ്ലിസിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകൾ ഇരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു. അയാള് ഷെയ്ഖിന് കൈ കൊടുത്തു. കൈ കൊടുക്കുമ്പോൾ ഇയാളിൽ നിന്ന് സിഗരറ്റിന്റെ മണം വന്നു. അപ്പൊ കൂടെ ഇരിക്കുന്ന ഒരാൾ ഷെയ്ഖിന്റെ ചെവിയിൽ വന്നു പറഞ്ഞു, ഇയാൾ സിഗരറ്റ് വലിച്ചിട്ടാന്ന് വന്നത്, അപ്പൊ ഇയാൾക്ക് നല്ലൊരു വഴക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രൂപത്തിൽ ഷെയ്ഖിനോട് ഇങ്ങനെ തിടുക്കം കൂട്ടി ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ലാ തതഅജ്ജൽ ബിൽ ഹുക്ം. ഒരാളുടെ മേൽ വിധി പറയാൻ നീ തിടുക്കം കാണിക്കരുത്, ധൃതി കൂട്ടരുത്. കാരണം എന്താണെന്നറിയോ? ഫലറുബ്ബമാ കാന റാകിബൻ മഅ ശഖ്സിൻ മുദ്ഖിനിൻ. ഇവൻ ചിലപ്പോ സിഗരറ്റ് വലിക്കുന്ന ഒരാളെ കൂടെ യാത്ര ചെയ്തിട്ടാണ് വന്നതെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? ഫഅസാബഹു ശൈഉം മിൻഹു. അവന്റെ സിഗരറ്റിൽ നിന്ന് എന്തെങ്കിലും മണം ഇവന്റെ ശരീരത്തിൽ പറ്റിയതാണെങ്കിലോ അവനക്കതറിയോ? അതുകൊണ്ട് ലാ തതഅജ്ജൽ ബിൽ ഹുക്ം, ഒരാളുടെ കാര്യത്തിൽ വിധി പറയുന്നതിൽ തിടുക്കം കാണിക്കരുത് എന്ന് ഷെയ്ഖ് എന്ത് ചെയ്യാണ്? അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഷെയ്ഖ് അവിടെ കാണിച്ച അവധാനത നോക്കൂ. ഷെയ്ഖ് ഒരാളെ കുറിച്ച് നല്ലത് വിചാരിച്ച ഒരു സംഭവമാണിത്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു ദിവസത്തെ കുറിച്ച് ഷെയ്ഖിന്റെ അരികിൽ ഇടക്കിടക്ക് പോകുന്ന ഷെയ്ഖിന്റെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞതായി കാണാം. ഷെയ്ഖിന്റെ അവസാന ദിവസങ്ങളിൽ ഷെയ്ഖിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി, തായിഫിലെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അദ്ദേഹം സാധാരണ പോലെ തന്നെ വീട്ടിലെ മജ്ലിസിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ പോയ ആ സന്ദർഭത്തിൽ 25ഓളം ആളുകൾ അദ്ദേഹത്തിനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വന്ന ആളുകളാണ്. പലർക്കും പലരുടേതായ ആവശ്യങ്ങളുണ്ട്. ചിലർ ഫത്വ ചോദിക്കാൻ വന്നതാണ്, ചിലരെന്തെങ്കിലും മസ്അലയിൽ വിശദീകരണം തേടി വന്നതായിരിക്കും, ചില ആളുകൾ ഷെയ്ഖിനെ വെറുതെ ഒന്ന് കണ്ട് സലാം പറഞ്ഞു പോകാൻ മാത്രം വന്നതായിരിക്കും. അന്ന് ആ ഒരു അവസാന ദിവസത്തിൽ ഷെയ്ഖിന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശം ഞങ്ങൾ കാണുകയുണ്ടായി. അദ്ദേഹം എല്ലാ ആളുകളെയും, അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ അവസാന ദിവസങ്ങളാണ് പറയുന്നത്, എല്ലാ ആളുകളെയും പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് വരവേൽക്കുന്നത്. അപ്പൊ ഷെയ്ഖ് അത്രത്തോളം റാഹത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഷെയ്ഖിന്റെ അടുക്കൽ വരുന്ന ആളുകളോടൊക്കെ ഷെയ്ഖ് അവരുടെ പേര് ചോദിക്കും. അറിയുന്ന ആളുകളാണെങ്കിൽ കുടുംബത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കും, മക്കളുടെ വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെ ഒരാൾ ഒരു സഹായവുമായി വന്നു. അയാൾക്ക് സഹായത്തിന് ആവശ്യമായത് മതിയായത് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുത്തു. മറ്റൊരാൾ അദ്ദേഹത്തിന് ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് താങ്കളുടെ ശുപാർശ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞു, നിങ്ങളുടെ രേഖകൾ എനിക്ക് അയച്ചു തരിക, ഞാൻ നോക്കട്ടെ, ബാക്കി അള്ളാഹുവിന്റെ കയ്യിലാണ്.
അങ്ങനെ മറ്റൊരാൾ വന്നു. അയാൾ ത്വലാഖിന്റെ വിധിയെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. ത്വലാഖുമായി ബന്ധപ്പെട്ട എന്തോ ഒരു മസല ചോദിക്കാൻ വന്നതാണ്. അദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ല വളരെ അവധാനതയോടുകൂടി യുക്തിപൂർവം മറുപടി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ മറ്റൊരാൾ വേറൊരു ഹുക്മ് ചോദിച്ചു വന്നതാണ്. കൊതുകിനെ കരണ്ട് ഉപയോഗിച്ചിട്ടുള്ള ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലുന്നതിന്റെ വിധി ചോദിച്ചു വന്നതാണ്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, അത് കരണ്ട് കൊണ്ടാണെങ്കിൽ പാടില്ല, അത് തീ കൊണ്ടുള്ള ശിക്ഷിക്കലാണ്, അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജോലിക്കാരനോട് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കഹുവയും ബഹൂറും പുകയ്ക്കാനുള്ള സുഗന്ധദ്രവ്യവും കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അത് ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി. പെട്ടെന്ന് ഷെയ്ഖ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ ആളുകൾക്കും നിയ്യത്തുകളിൽ അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് നല്ല കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അങ്ങനെ അദ്ദേഹം ധാരാളമായി അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ കൂടെയുള്ള ആളുകളൊക്കെ ആമീൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇശാ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു, ഷെയ്ഖിനോട് വിട പറഞ്ഞു, ഞങ്ങൾ പോയി എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, അദ്ദേഹം ഷെയ്ഖിന്റെ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആ ഒരു വിദ്യാർത്ഥി പറയാണ്, ഇങ്ങനെയായിരുന്നു ഷെയ്ഖിന്റെ അവസാന ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ നോക്ക്, പൂർണ്ണമായ ആളുകളെ സ്വീകരിക്കുക, ആളുകൾക്ക് മറുപടി കൊടുക്കുക, പൂർണ്ണമായും ദീനിയായ ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ വരെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രായമുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ പൂർണ്ണമായും ജനങ്ങളെ സ്വീകരിക്കുന്നതിൽ, അവർക്ക് തൃപ്തികരമായ മറുപടി പറയുന്നതിൽ, അവരെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലായിരുന്നു അവസാന സമയത്ത് വരെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അഷേഖ് മുഹമ്മദ് അർ-റൂമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ദർസുകളൊക്കെ എടുക്കുന്ന, സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ വ്യക്തി പോയപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഈ വ്യക്തിയോട് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചു. അതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. എന്താണ് സ്വപ്നം? റഅ അന്നഹു അലാ ജബലിൻ വമഅഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലുൻ ആഖർ. അദ്ദേഹം ഒരു മലയുടെ മുകളിലാണ്. അദ്ദേഹത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, വേറൊരു വ്യക്തിയുണ്ട്. ഫനസല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മലയിൽ നിന്ന് ഇറങ്ങി. വത്തജഹ ഇലാ മസ്ജിദിഹി ഫിൽ മദീന, മദീനത്തെ പള്ളിയിൽ പോയി. വഅമ്മഹും ബിഹിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആളുകൾക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. ഇതാണ് സ്വപ്നം. അപ്പൊ ആ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഷെയ്ഖ് പറഞ്ഞു, ഇത് താങ്കൾക്ക് സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ സ്ഥാനം ലഭിക്കും എന്നൊരു സന്തോഷ വാർത്തയാണ്. താങ്കൾ പറഞ്ഞ ആ ഒരു മല സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഉഹുദ് മലയാണ് എന്നാണ്. കാരണം ഉഹുദ് മലയിൽ ഇതുപോലെ 3 ആളുകൾ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മലന്ന് വിറച്ചപ്പോ എന്താ പറഞ്ഞത്? ഉസ്ബുത് ഉഹുദ്, ഉഹുദേ അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞു. ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മേലിപ്പുള്ളതാരാ? ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുമാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലയോ ഷെയ്ഖ്, ഇത് ചിലപ്പോൾ താങ്കൾക്ക് ഷഹാദത്ത് ലഭിക്കാനുള്ള ഒരു സൂചനയായേക്കാം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ല തല താഴ്ത്തി ഒരുപാട് നേരം കരഞ്ഞു എന്ന്. എന്നിട്ട് ഖൈറൻ ഇൻഷാ അല്ലാഹ്, നല്ലത് സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഷെയ്ഖിന്റെ രോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വയറുമായി സംബന്ധമായി ബന്ധപ്പെട്ട രോഗമായിരുന്നു അദ്ദേഹത്തിന് അവസാനം ഉണ്ടായിരുന്നത്. ഹദീസുകളിൽ വന്നതുപോലെ വയറുമായി ബന്ധപ്പെട്ട അസുഖം അത് ബാധിച്ച് മരിച്ച ആളുകൾ അവർ ഷഹീദുകളിലാണ് എന്ത് ചെയ്യുക? ഉൾപ്പെടുക. അതുപോലെ തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്
ഉണ്ടായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയപ്പെട്ട കാര്യമാണ്, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും. എന്നിട്ട് ആ മനുഷ്യനിൽ നിന്ന് ചിലപ്പോൾ ജിന്ന് സംസാരിക്കും. അതുപോലെ തന്നെ അറിയപ്പെട്ട ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യോജിക്കുന്ന കാര്യമാണ് എന്ത്? ശൈത്താൻ ദീനുള്ള, ഈമാനുള്ള, ശക്തമായ ഈമാനും അള്ളാഹുവിനോടുള്ള ഭയവുമുള്ള ആളുകൾ ശൈത്താൻ പേടിക്കും എന്ന കാര്യം അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവത്തിൽ ഇങ്ങനെ കാണാം. ഒരു റാഖിയായിരുന്ന ഒരാള് പിശാച് ബാധിച്ച ഒരാളെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് പിശാചിനോട് പറഞ്ഞു, ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ അടുത്തത് ഓതുക ചിലപ്പോൾ ആരായിരിക്കും? ഇബ്നു ബാസ് റഹിമഹുള്ളയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആ പിശാച് അട്ടഹസിച്ചു പറഞ്ഞു എന്നാണ്, ലാ വല്ലാഹി ഇന്നനാ ഇദാ റഅയ്ന ശൈഖ് ഇബ്നു ബാസ് മഅ തരീഖിൻ ദഹബനാ മിൻ തരീഖിൻ ആഖർ. ശൈഖ് ഇബ്നു ബാസിനൊന്നും വിളിക്കണ്ട, ഞാൻ ഇറങ്ങിക്കോളാം, കാരണം ഇബ്നു ബാസിനെ ഞങ്ങൾ ഒരു വഴിയിൽ കണ്ടാൽ ഞങ്ങൾ വേറൊരു വഴിയിലൂടെ പോകുമെന്നാണ്. വല്ലാഹു അലം ബിസ്സവാബ്. ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു ഖുർആൻ ഓതി റുഖ്യ ചെയ്യുന്ന ഒരാൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞതായി കാണാം. ഞങ്ങളുടെ മക്കളെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ചൊക്കെ ധാരാളമായി ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് ഞങ്ങളുടെ വിവരങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കാറുണ്ടായിരുന്നു. ഞങ്ങളങ്ങ് ഇടക്കിടക്ക് ഞങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയോ, തായിഫിൽ നിന്ന് ചിലപ്പോൾ മക്കയിലേക്ക് പോയതായിരിക്കും, എന്നാലും ഷെയ്ഖ് റഹിമഹുള്ള ഞങ്ങളെ വിളിക്കും. തന്റെ അവകാശത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് മറ്റുള്ള ആളുകളിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു. തന്റെ അവകാശത്തെ അതിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ അവകാശം അതെങ്ങനെ നിറവേറ്റാം എന്നതായിരുന്നു ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴും. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴും മക്കള് എന്നെ എപ്പോഴും വിളിക്കാൻ പരിശ്രമിക്കാറുണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ ഓരോ തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത്. എപ്പോ നോക്കിയാലും ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷയം, മക്കളുടെ വിഷയം, അതിന്റെ വിഷയത്തിൽ അദ്ദേഹം അതീവ താല്പര്യം കാണിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വലിയ ഇമാമാണ്, ദഅവത്തിന്റെ കാര്യത്തിൽ തിരക്കുണ്ട്, മറ്റു പദവികൾ അലങ്കരിക്കുന്നുണ്ട്. ഇതൊന്നും മക്കളോടുള്ള വിഷയത്തിൽ, കുടുംബത്തോടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും പിറകിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീ ആയിരുന്ന, ഒരു ദാഇയായിരുന്ന ഒരു സ്ത്രീ, കുറച്ചൊക്കെ അറിവുള്ള ദാഇയത്തായ ഒരു സ്ത്രീ ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ദാഇയത്തായ സ്ത്രീക്ക് വീട്ടിലിരിക്കലാണോ ഉത്തമം, അതല്ല പുറത്ത് പ്രബോധനത്തിനു വേണ്ടി സ്ത്രീകൾക്ക് ദീൻ പഠിപ്പിച്ച് കൊടുക്കാൻ പോകുന്നതാണോ ഉത്തമം? ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, بأن المرأة إذا كانت مؤهلة للدعوة بالعلم الشرعي والأسلوب الحسن فإنه يتعين عليها. ഒരു സ്ത്രീക്ക് ദീനിയായ അറിവുണ്ട് എങ്കിൽ, അതിനുള്ള ത്വാഖത്ത് അവൾക്കുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നല്ല രീതിയിൽ, നല്ല രൂപത്തിൽ, നല്ല പെരുമാറ്റത്തോടുകൂടി ആളുകൾക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കാൻ അവൾക്ക് കഴിവുണ്ട് എങ്കിൽ, അവൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അവളുടെ സഹോദരിമാരെ ദഅവത്ത് ചെയ്യാൻ അവൾ മാറിയിരിക്കണം. കാരണം എന്താ? ലിഅന്ന ദാഇയാത് ഫീ സുഫൂഫിൻ നിസാഇ ഖലീലാതുൻ ജിദ്ദൻ. കാരണം സ്ത്രീകളെ ദഅവത്ത് നടത്താൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ കുറവാണ്. പക്ഷെ ആ പദവികൾ അലങ്കരിക്കുന്ന സ്ത്രീകൾ അതിന് മതിയാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ, ധാരാളം ഫിത്നകൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ, ഇങ്ങനെ കഴിവുള്ള സ്ത്രീകൾ ദഅവത്തിന് വേണ്ടി പോകുന്നതിനോടൊപ്പം അവരുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അതിന് ദീനുള്ള ഒരു സ്ത്രീയെ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഏതൊരവസ്ഥയിലും
ദഅവത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ദീൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം വലിയൊരു അവസരമായി കണ്ടിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു. ഒരിക്കൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ചികിത്സക്ക് വേണ്ടി ആശുപത്രിയിൽ പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ചില പ്രത്യേക ഡോക്ടർമാർ, അവരുടെ കൂട്ടത്തിൽ ഒരു ബെൽജിയംകാരനായ ഒരു നസ്രാണിയായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളിങ്ങനെ അറബി സംസാരിക്കുന്നുണ്ട്, ഈ ഡോക്ടർ. പക്ഷെ അയാൾ അറബിയല്ല, ഒരു അനറബി സംസാരിക്കുന്നതായി ഷെയ്ഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഡോക്ടറെ കുറിച്ച് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ, അയാൾ ഒരു നസ്രാണിയാണ്, അദ്ദേഹം ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ല അയാളെ അടുത്തു വിളിച്ചിരുത്തി. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൂടെ എന്നിങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിൻ ദീനിന്റെ പ്രത്യേകതകൾ, ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് നന്മകൾ അദ്ദേഹം ആ ഡോക്ടർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. സത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരുപാട് അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ വ്യക്തി, ആ ഡോക്ടർ, അയാൾ പറഞ്ഞു, ഞാൻ കാര്യമായി സ്വയം ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയെന്നാണ്. അപ്പൊ നോക്കൂ, ഡോക്ടറെ കാണാൻ ചികിത്സക്ക് വേണ്ടി ഹോസ്പിറ്റൽ പോയതാണ്. അവിടെയും ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ദഅവത്തിന്റെ മാർഗം അത് ഉപയോഗപ്പെടുത്തി, അവസരം അദ്ദേഹം മുതലെടുത്തു എന്നുള്ളതാണ്. ഇത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്ന സംഭവമാണ്. എന്നിട്ട് ആ മകൻ പറയാണ്, ഫതഅല്ലംതു മിൻ ഹാദൽ മൗഖിഫ്, ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഞാൻ പഠിച്ചു, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കാണിക്കണം, അവരെ എങ്ങനെയാണ് നല്ല രൂപത്തിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് എന്ന് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഞാൻ വാപ്പയിൽ നിന്ന് പഠിച്ചു എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറയാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം മതവിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു. ഒരിക്കൽ ഷെയ്ഖിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് ഷെയ്ഖിന്റെ അരികിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ അവരുടെ പ്രയാസങ്ങൾ ഷെയ്ഖിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി താങ്കൾ ആരോടെങ്കിലും ശുപാർശ നടത്തണം, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞതിന് ശേഷം ഇത് വന്നു പറഞ്ഞ ആളേക്കാൾ അവരുടെ കാര്യത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നാണ്. അദ്ദേഹം അവർക്ക് വേണ്ടി ശഫാഅത്ത് നടത്തി, അവരുടെ കാര്യം ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ച് വന്ന് പരാതി പറഞ്ഞ ആളേക്കാൾ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന് അവരുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടായി. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, നഹ്നു നബ്ദലു ജുഹൂദൻ കബീറ, നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാം. വൽ ബാഖി അലല്ലാഹ്, ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. വല്ലാഹി അന്നനി അദ്ഉ ലഹും ഫീ ജൗഫിൽ ലൈലി ബിഅസ്മാഇഹിം, അല്ലാഹു തന്നെയാണ് സത്യം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഞാൻ അവരുടെ പേരെടുത്ത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ. മാത്രല്ല ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരുപാട് ആളുകളെ രഹസ്യമായി സഹായിച്ചിരുന്ന ഒരാളായിരുന്നു. ഷെയ്ഖിന്റെ മകളായ വഫാ മുഹമ്മദ് അൽ ബാസ് അവർ പറയാണ്, സഅലത് അല്ലതി ഇസ്തസൽതു ലിൽ അസാഇ ബഅദ വഫാതിഹി. പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അനുശോചനം അറിയിക്കാൻ എന്നൊരാൾ, ഒരു പെണ്ണ് ഫോണിൽ വിളിച്ചു. അവൾ എന്നോട് ചോദിച്ചു,
കൊസോവ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് അവൾ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, എങ്ങനെയാണ് എന്റെ വാപ്പാനെ ഷെയ്ഖ് ഇബ്നു ബാസിനെ എങ്ങനെ അറിയാം? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു എന്നാണ്, കൈഫല അരിഫുഹു വമസ്റൂഫി യസ്ലിനു മിൻ ഇൻദിഹി. ഞാൻ എങ്ങനെ ഷെയ്ഖ് ഇബ്നു ബാസിനെ അറിയാതിരിക്കുക? എന്റെ ചെലവ് ഷെയ്ഖിന്റെ അടുക്കിൽ നിന്നാണ് വരുന്നത്. എനിക്കുള്ള ചെലവ് കോസോവ എന്നാണ് വിളിക്കണത്. സ്ത്രീ പറയാണ്, എന്റെ ചെലവ് ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്നാണ് വരുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ അറിയാതിരിക്കും എന്ന് പറയാൻ? അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരു വികലാംഗയായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. അവരെ നോക്കാൻ ആരുമില്ല, അവരെ സംരക്ഷിക്കാനോ ശുശ്രൂഷിക്കാനോ ആരും തന്നെയില്ല. ശക്തമായ ആവശ്യത്തിലാണ് അവരുള്ളത്. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഈ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ നോക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെ ഏർപ്പാടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്ത്രീക്കുള്ള ശമ്പളം അത് എന്റെ അരികിൽ നിന്നുണ്ടായിരിക്കും, അവർക്കുള്ള ശമ്പളം ഞാൻ ഏറ്റെടുക്കാം എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പൊ നോക്കൂ, പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു വികലാംഗയായ സ്ത്രീക്ക് വേണ്ടി ചെയ്ത കാര്യമാണിത്. അതുപോലെ തന്നെ ഷെയ്ഖിന്റെ തുല്ലാബുകളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്. ഒരു വ്യക്തി ഫിലിപ്പീനിൽ നിന്ന് മുസ്ലിമായി, അങ്ങനെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഇയാളെ നാട്ടുകാരെ ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ കിണർ വരെ കുഴിച്ചു മൂടി വെള്ളം കുടിക്കാതിരിക്കാൻ. അയാളുടെ സമ്പത്തൊക്കെ അപഹരിച്ചു, സമ്പത്തൊക്കെ പിടിച്ചെടുത്തു. അങ്ങനെ അയാളൊരു പറ്റ ദരിദ്രനായി മാറി. അങ്ങനെ ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിലേക്ക് ഇയാൾ കത്തെഴുതാണ്, അള്ളാഹു കഴിഞ്ഞാൽ ഷെയ്ഖെ താങ്കളിലാണ് സഹായം പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളക്ക് കത്തെഴുതിയ ആ കത്തിൽ അദ്ദേഹം പറയാണ്, അന്നി ലാ അഅലമു ബഅദ അല്ലാഹി അസ്സ വജല്ല ഫീ ഹാദിഹിൽ അർദി ഔനൻ ലിൽ മൻകൂബീൻ അൽ ഫുഖറാഇ വൽ മുഅവ്വിസീന ഇല്ലാ സമാഹതുക്. അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ദരിദ്രരായ ആളുകളെ സഹായിക്കാൻ ഷെയ്ഖെ താങ്കളെക്കാൾ ഉത്സാഹം കാണിക്കുന്ന വേറൊരാളെയും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് കത്തെഴുതുന്നത് എന്ന് അദ്ദേഹം കത്തെഴുതണം. ആ കത്ത് കിട്ടിയപ്പോൾ തന്നെ ഷെയ്ഖ് റഹിമുള്ള 10,000 റിയാൽ, ആ കാലഘട്ടത്തിലെ 10,000 റിയാൽ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ പൈസ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കയ്യിലില്ല, അദ്ദേഹം കടം വാങ്ങിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് കടം പറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, ഗവൺമെന്റിൽ നിന്നും കടം പറ്റി 10,000 റിയാൽ ഈ വ്യക്തിക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അത്രയും ഔദാര്യം ചെയ്തിരുന്ന ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഹിഫ്ളിന്റെ വിഷയത്തിൽ, ഹദീസുകളുടെ വിഷയത്തിൽ, സനദുകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം അസാധാരണമായ മനഃപ്പാടമാക്കാനുള്ള ഓർമ്മശക്തി കഴിവുള്ളയാളായിരുന്നു. അതിനുള്ള സംഭവം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അരികിൽ കുറച്ച് തുല്ലാബുകൾ കുറച്ച് പ്രിന്റഡ് പുസ്തകങ്ങളുമായി വന്നു. ആ പുസ്തകങ്ങളിൽ സുനനുദ്ദാരിമിയിൽ നിന്നും സുനനുദ്ദാറുൽ ഖുത്നി എന്ന് അതിൽ നിന്നുമുള്ള സനദുകളും ഹദീസുകളുമാണുള്ളത്. സുനനുദ്ദാരിമി, സുനനുദ്ദാറുൽ ഖുത്നി, അതിൽ നിന്നുള്ള കുറച്ച് പേജുകൾ പ്രിന്റ് എടുത്തുകൊണ്ടാണ് ഷെയ്ഖിന്റെ അരികിൽ വായിക്കാൻ വേണ്ടി തുല്ലാബുകൾ വരുന്നത്. അങ്ങനെ ദാറുഖുത്നിയിൽ നിന്നും വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്ന വിദ്യാർത്ഥി വായിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവന് അബദ്ധം സംഭവിച്ചതാണ്. ദാരിമിയിൽ നിന്നാണ് അവൻ വായിക്കുന്നത്. പക്ഷെ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവൻ എന്ത് ചെയ്തു,
ദാറുഖുത്നിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദാരിമിയിൽ നിന്ന്, സുനനുദ്ദാരിമിയിൽ നിന്നുള്ള ഹദീസിലെ സനദുകൾ വായിക്കാൻ തുടങ്ങി. ഷെയ്ഖിന് കണ്ണ് കാണൂല, പുസ്തകമൊന്നുമില്ല കയ്യിൽ. ഷെയ്ഖ് മറുപടി കൊടുക്കുകയാണ്, ഇത് ദാറഖുത്നിയുടെ റിജാലുകളല്ല. ദാറഖുത്നി ഹദീസുകൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ സനദിലുള്ള ആളുകളല്ല ഇവർ എന്ന് പറഞ്ഞു. അപ്പൊ ആ വായിക്കുന്ന വ്യക്തി ഒന്നുകൂടി ഉറപ്പുവരുത്തിയപ്പോൾ അത് ദാറഖുത്നിയല്ല, അത് ദാരിമിയുടെ സുനനെ അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അബദ്ധം സംഭവിച്ചുകൊണ്ട് എന്ത് ചെയ്തതാണ്, പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പൊ ഇതാണ് ഈ സഹോദരങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഏതാനും ചില കാര്യങ്ങൾ. ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.